അതിവിശാലമായ ഇന്ത്യൻ റെയിൽവേ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് സുരക്ഷിത യാത്രയാണ്. എന്നാൽ തീവണ്ടി യാത്രക്കാരുടെ, പ്രത്യേകിച്ച് വനിതാ യാത്രക്കാരുടെ ജീവനോ സ്വത്തിനോ യാതൊരു വിലയുമില്ലാതായിട്ട് കാലങ്ങൾ ഏറെയായി. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളൊന്നാണ് ഫെബ്രുവരി 1 ചൊവ്വാഴ്ച തീവണ്ടി യാത്രയ്ക്കിടയിലുണ്ടായ ആക്രമണത്തെ തുടർന്ന് കൊല ചെയ്യപ്പെട്ട സൗമ്യ എന്ന 23-കാരി. സൗമ്യയുടെ സഹോദരൻ സന്തോഷ് സംഭവത്തിന്റെ പിറ്റേന്ന് പോലീസിന് നൽകിയ പരാതിയെ തുടർന്ന് തൃശൂർ നാർക്കോട്ടിക് സെൽ തയ്യാറാക്കിയ FIR ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. 2011 ഫെബ്രുവരി 1 രാത്രി എറണാകുളത്തു നിന്നും ജോലി കഴിഞ്ഞ് ഷൊർണൂർ മഞ്ഞക്കാട് എന്ന സ്ഥലത്തുള്ള വീട്ടിലേക്ക് എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്തു വന്നിരുന്ന സൗമ്യ എന്ന പെൺകുട്ടിയെ പ്രതി ലൈംഗികമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ചെറുതുരുത്തി കലാമണ്ഡലത്തിന് മുൻവശം വെച്ച ട്രെയിനിൽ നിന്നും തള്ളി താഴെയിടുകയും ഗുരുതരമായി പരിക്കുപറ്റിയ യുവതിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. സംഭവത്തെ തുടർന്ന് വികലാംഗനായ ഗോവിന്ദസ്വാമി എന്ന തമിഴ്നാട് സ്വദേശിയെ പ്രതിയാക്കി പോലീസ് ചാർജ് ചെയ്ത കേസിന്റെ വിചാരണ തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ നടന്നുവരികയാണ്. സാക്ഷിമൊഴികളും പോലീസിന്റെ കുറ്റപത്രവും അനുസരിച്ച് സൗമ്യയെ ദുരന്തം തേടിയെത്തിയത് ഇങ്ങനെ. ഫെബ്രുവരി 1 ചൊവ്വാഴ്ച വൈകുന്നേരം എറണാകുളത്ത് നിന്ന് യാത്ര തിരിച്ച ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ സൗമ്യ എന്ന ഒരു 23-കാരിയും ഉണ്ടായിരുന്നു. കൊച്ചിയിലെ ജോലിസ്ഥലത്തു നിന്നും സ്വന്തം നാടായ ഷൊർണൂർ ചുടുവാളത്തൂരിലേക്കായിരുന്നു അവരുടെ യാത്ര. മഞ്ഞക്കാട് മുല്ലക്കൽ വീട്ടിൽ ഗണേശൻ സുമതി ദമ്പതികളുടെ മൂത്ത മകളാണ് സൗമ്യ. വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട അടിയന്തരമായി വീട്ടിലെത്തണമെന്ന ആവശ്യത്തെ തുടർന്നാണ് ഫെബ്രുവരി 1 വൈകുന്നേരം എറണാകുളത്തു നിന്നും പാസഞ്ചർ ട്രെയിനിൽ സൗമ്യ യാത്ര തിരിച്ചത്. തീവണ്ടി മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ കമ്പാർട്ട്മെന്റിൽ തനിച്ചായ സൗമ്യ അവിടെ ഇറങ്ങി തൊട്ടുമുന്നിലെ കമ്പാർട്ട്മെന്റിൽ കയറുകയായിരുന്നു. തീവണ്ടി വള്ളത്തോൾ നഗർ സ്റ്റേഷനിലെത്തിയപ്പോൾ മറ്റൊരു കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തിരുന്ന ഗോവിന്ദസ്വാമി സൗമ്യയുടെ കമ്പാർട്ട്മെന്റിൽ ചാടിക്കയറി. തീവണ്ടി വള്ളത്തോൾ നഗർ വിട്ടതോടെ പ്രതി സൗമ്യയെ സമീപിച്ച് ബാഗ് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. തുടർന്നാണ് കാര്യങ്ങൾ ക്രൂരമായ രംഗങ്ങൾക്ക് വഴിമാറിയത്. ട്രാക്കിൽ വീണ് അത്യന്തം ക്ഷീണിതയായെങ്കിലും ശക്തമായി പ്രതികരിച്ച സൗമ്യയെ പ്രതി ട്രാക്കിന് പുറത്തേക്ക് വലിച്ചിഴക്കുകയും കരിങ്കല്ലിനിടിച്ച് മാരകമായി മുറിവേൽപ്പിച്ച ശേഷം മാനഭംഗപ്പെടുത്തുകയായിരുന്നുവെന്നും പോലീസ് രേഖകൾ വ്യക്തമാക്കുന്നു. രക്തത്തിൽ കുളിച്ച് ബോധരഹിതയായി റെയിൽവേ ട്രാക്കിനരികിൽ കിടന്ന സൗമ്യയെ നാട്ടുകാരിൽ ചിലരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കരിങ്കലിനേറ്റ ഇടിയിൽ തലയ്ക്കും മുഖത്തും ഗുരുതരമായി പരിക്കേറ്റിരുന്ന സൗമ്യയെ രക്ഷിക്കാൻ തൃശൂർ മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. ആദ്യ ദിവസം മുതൽ മരണത്തോട് മല്ലടിച്ച സൗമ്യ ഒടുവിൽ യാത്രയായി. സംഭവത്തിന് ശേഷം വള്ളത്തോൾ നഗർ സ്റ്റേഷന് സമീപം ഒരു കൈ മാത്രമുള്ള ഒരാളെ കണ്ടിരുന്നുവെന്നും യാചകനാണെന്ന് തങ്ങളെ വിശ്വസിപ്പിച്ച് അയാൾ തൃശൂരിലേക്ക് ബസ് കയറിയെന്നും സ്ഥലവാസികൾ ചിലർ പോലീസിന് മൊഴി നൽകി. ഫെബ്രുവരി 1 ജ്യേഷ്ഠ മുസ്തഫ എന്ന് പറഞ്ഞു ട്രെയിനിൽ 2 ആൾ ചാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതറിഞ്ഞപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ 6 പേരും ബൈക്കിൽ 2 പേരുമായിട്ട് തരാൻ വേണ്ടി പോയപ്പോൾ കലാമണ്ഡലത്തിൻ്റെ അവിടെ ഓട്ടോറിക്ഷ നിർത്തിയാക്കുമ്പോൾ ഒരു പരിചയമില്ലാത്ത ആൾ റോഡ് ക്രോസ് ചെയ്ത് കിടക്കുന്നത് കണ്ടു. പരിചയമില്ലാത്ത ആളായത് കാരണം ഞങ്ങൾ സംശയം തോന്നി അവനോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ ട്രെയിനിൽ പിച്ചക്കാരനാണ്, അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് വരുന്നു, തൃശ്ശൂർക്ക് പോകുന്നു എന്ന് പറഞ്ഞു. അവനെ ഇടത്തെ കയ്യിൻ്റെ പത്തി ഉണ്ടാകുന്നില്ല,
ഷർട്ടിൻ്റെ മുകളിലത്തെ ബട്ടൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അരമണിക്കൂർ തിരഞ്ഞിട്ടൊന്നും കണ്ടില്ല. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ വന്ന് മാഷോട് വിവരം പറഞ്ഞു. അപ്പോൾ മാഷ് പറഞ്ഞു 2 ആളാണ് ചാടിയേക്കണ്, തമയനും തമയത്തിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ പരിചയമില്ലാത്ത ആളെ കണ്ട വിവരം സ്റ്റേഷൻ മാഷോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് സംശയം തോന്നിയിട്ട് ഞങ്ങൾ രണ്ടാമത് തരാൻ വേണ്ടി പോയപ്പോഴാണ് ഈ കുട്ടിയുടെ ബോഡി കണ്ടത്. സൗമ്യ സഞ്ചരിച്ചിരുന്ന തീവണ്ടിയിലുണ്ടായിരുന്ന വയനാട് സ്വദേശി ടോമിയുടെ മൊഴിയും ഒരു വികലാംഗനാണ് സൗമ്യയെ ആക്രമിച്ചത് എന്നത് ശരിവെക്കുന്നു. അപ്പോൾ അടുത്തിരുന്ന തൊട്ട് മുമ്പിലുള്ള ആൾക്കാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു, അവിടെ സ്ത്രീ കരയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു, അവർ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ നേരെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഒരാൾ നിൽക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് അയാൾ എടുത്തിരിക്കുന്നു, ഇങ്ങനെ ഒരു സ്ത്രീ കരയുന്നുണ്ടല്ലോ, എന്ത് സംഭവം എന്ന് അറിയില്ലെന്ന്. അപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു, വളരെ കൂളായിട്ട് ഒരു 52 വയസ്സുള്ള ഒരാളാണ്. അയാൾ പറഞ്ഞു, ഒരാൾ എന്നെ ഒരു പെൺകുട്ടി അവിടെ നിന്ന് ചാടി ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി വളരെ സ്ലോയിലാണുള്ളത്. അപ്പോൾ ഞാൻ പെൺകുട്ടി ചാടിയാണെങ്കിൽ നമുക്ക് ചെയിൻ വലിക്കാമെന്ന്. അയാൾ പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, പെണ്ണ് ചത്തിട്ടില്ല, അതതിൻ്റെ വഴിക്ക് പോയി, രക്ഷപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് ചെയിൻ വലിക്കാം എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, ഇല്ല, അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ ഈ വണ്ടിയിൽ. അപ്പോൾ ഇയാൾ മറ്റൊരു ടൗണിൽ വണ്ടിയിലിരിക്കുന്നവരെ മുഴുവൻ നിങ്ങൾ പിന്നെ കോടതി കയറ്റരുത്, നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ശല്യമാകരുതെന്ന്. അത് ചത്തിട്ടില്ല, അത് രക്ഷപ്പെട്ടു പോയിരുന്നു. അപ്പോൾ ഞാൻ ഇയാളോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഞാൻ നിന്ന ആ സ്ഥലത്ത് തന്നെ ആ ഡോറിൻ്റെ അവിടെ വന്നിട്ട് പുറത്തോട്ട് നോക്കുമ്പോൾ ഈ പറഞ്ഞ ഗോവിന്ദസ്വാമി അങ്ങനെ ചാടാനായിട്ട് സ്റ്റെപ്പിൽ ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. ചാടാനെന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ താഴേക്ക് ഇറങ്ങി ഇങ്ങനെ ബാക്ക് പിടിച്ച് നോക്കി. ഞാനിതിനെ കണ്ട് ദേഷ്യപ്പെട്ടു. അന്നേരമാണ് പിന്നെ വീണ്ടും എന്നെ കാണുന്നത്. ആദ്യം വണ്ടിക്ക് കയറിയതിന് ശേഷം വീണ്ടും ഇതിൻ്റെ പുറയിൽ കാണുന്നത് അന്നേരമാണ്. എന്നോട് ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു, നീ ആരുടെ എന്താ ചെയ്യുന്നത്, അവിടെ ആരാ ഏതാന്നൊന്നും അറിയില്ലല്ലോ. ഇവനൊന്നും ഒന്നുമില്ല സാറെന്ന് പറയും, ഇവനെടുത്തിയാണ്. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദസ്വാമി പോലീസിന്റെ പിടിയിലായത്. ചോദ്യം ചെയ്യലിനൊടുവിൽ കുറ്റകൃത്യം നടത്തിയത് ഗോവിന്ദസ്വാമി തന്നെയാണ് എന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേരുകയായിരുന്നു. മാനഭംഗത്തിന് ശേഷം സൗമ്യയുടെ ബാഗിൽ നിന്നും മൊബൈൽ ഫോൺ കവർന്ന പ്രതി സ്ഥലം വിടുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. കുറ്റാരോപിതനായ ഗോവിന്ദസ്വാമി മുൻപും നിരവധി കേസുകളിൽ പ്രതിയാണ്. കൂടാതെ സൗമ്യയുടെ മെഡിക്കൽ റിപ്പോർട്ടും കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ടുകളും യുവതി ക്രൂരമായ ബലാത്സംഗത്തിനിരയായിരുന്നതായും വെളിപ്പെടുത്തുന്നുണ്ട്. തൃശൂർ നാർക്കോട്ടിക് സെൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഫൈനൽ റിപ്പോർട്ടും പ്രതിക്ക് കുറ്റകൃത്യവുമായുള്ള ബന്ധം വ്യക്തമാക്കുന്നതാണ്. ാണ് സാക്ഷികളെയാണ് സൗമ്യ വധക്കേസിൽ വിസ്തരിക്കുന്നത്. ഇ സുരേശനാണ് സർക്കാർ അഭിഭാഷകൻ. സംഭവത്തിന് ദൃക്സാക്ഷികൾ ഇല്ലാത്തതിനാൽ സാഹചര്യ തെളിവുകളെയും സാക്ഷിമൊഴികളെയും തന്നെയാവും കോടതി മുഖ്യമായും ആശ്രയിക്കുക. എന്നാൽ സാക്ഷിമൊഴികളിലെ വൈരുദ്ധ്യവും ദൃക്സാക്ഷിയുടെ അഭാവവും തന്റെ കക്ഷിക്ക് അനുകൂല ഘടകമാകുമെന്നാണ് ഗോവിന്ദസ്വാമിയുടെ അഭിഭാഷകൻ BA ആളൂരിന്റെ അവകാശവാദം. അദ്ദേഹം ഈ നാട്ടുകാരനല്ല, തമിഴ്നാട്ടുകാരനാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടും. കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അയാളെ കുറ്റവിമുക്തനാക്കും, അല്ലെങ്കിൽ നിരപരാധിയാണെന്ന് പറഞ്ഞ് വെറുതെ വിടും. പക്ഷേ ഇതൊക്കെ സാഹചര്യ തെളിവുകൾ കൊണ്ട് തെളിയിക്കാനേ പ്രോസിക്യൂട്ട് സാധിക്കുന്നുള്ളൂ. ദർ ഈസ് നോ ഡയറക്റ്റ് എവിഡൻസ്. അപ്പോൾ ചെയിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് ആ വ്യക്തിക്കെതിരെ എത്തരത്തിലാണ് പ്രോസിക്യൂഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടത്. എന്തായാലും സൗമ്യ വധക്കേസിന്റെ വിധി കാത്തിരിക്കുന്നത് ഒരു കുടുംബം മാത്രമല്ല, മനസാക്ഷി മരവിക്കാത്ത പൊതുസമൂഹം ഒട്ടാകെ തന്നെയാണ്. തീവണ്ടി യാത്രക്കിടെ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ തുടർക്കഥയാകുമ്പോൾ സൗമ്യയുടെ ദാരുണമരണം നമ്മുടെ നിയമസംഹിതകൾക്കെതിരെ ശക്തമായ ചോദ്യവും ഉന്നയിക്കുന്നു. നാളെയും ഇത് സംഭവിക്കാം. എന്താണ് ഇതിനൊരു പരിഹാരം? ക്രിമിനൽ നടപടിക്രമത്തിലെ 41-ാം വകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അറസ്റ്റിനുള്ള അധികാരത്തെക്കുറിച്ച് പറയും. എന്നാൽ 43-ാം വകുപ്പ് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതാണ്. ക്രിമിനൽ നടപടിക്രമത്തിലെ 43-ാം വകുപ്പ് 43-ാം വകുപ്പ് അനുസരിച്ച് ഒരു വ്യക്തിക്ക്, ഏതൊരു ഇന്ത്യൻ പൗരനും ഒരു കുറ്റകൃത്യം നടക്കുന്നത് കണ്ടാൽ, ഇല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടാൽ, കുറ്റകൃത്യം നടത്തുന്നയാളെ ഇല്ലെങ്കിൽ കുറ്റകൃത്യം നടത്താൻ ശ്രമിക്കുന്ന ആളെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുവാനും അടുത്തുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മുമ്പാകെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മുമ്പാകെ ഹാജരാക്കുവാനുമുള്ള നിയമപരമായ അധികാരമുണ്ട്, ബാധ്യതയുണ്ട്.
എന്നെപ്പോലെ ഒരു അമ്മയ്ക്കും ഇനി ഇത്ര ഒരു ദുഃഖം വയ്യ. കാരണം ഞാൻ അത്ര വേദന എൻ്റെ മോളുടെ ഇനി ഒരു അമ്മയ്ക്കും ഇങ്ങനെ ഒരു ഗതി വരുത്തരുതേന്നൊരു പ്രാർത്ഥനയുള്ളൂ എനിക്ക്. അതിന് എന്താ ആൾക്കാർക്ക് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യാം.